ദേവതയുടെ നാമം തന്നെ കുലദേവത എന്നുള്ളതാണ്. കുലദേവത എന്ന് പറയുമ്പോൾ ആ കുലത്തിൻ്റെ ദേവത എന്നുള്ളതാണ്. ഒരു ഇഷ്ടദേവതയോ ഒരു ഒരു ഒരാളുടെ വ്യക്തിപരമായിട്ട് ആരാധിക്കുന്ന ദേവതയോ അല്ല. കുലത്തിൻ്റെ പൊതുവായിട്ടുള്ള ദേവത. അപ്പോൾ ആ ദേവതയെ സംബന്ധിച്ച് കുലത്തിലെ എല്ലാവരെയും ഒരുപോലെ പരിപാലിക്കുന്നവളാണ് ആ കുലദേവത എന്ന് പറയുന്നത്. അപ്പോൾ കുലത്തിനാണ് ആ ദേവത വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ ദേവതയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആ കർത്തവ്യം, അല്ലെങ്കിൽ ആ ദേവതയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആ അനുഗ്രഹം ആ കുലത്തിന് ഒന്നിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ കുലത്തെ മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുലദേവതയുടെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട, ഈ കുലദേവതയ്ക്ക് ഏറ്റവും സന്തോഷമുളവാക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുലദേവതയുടെ ശരിയായിട്ടുള്ള ശക്തി, ശരിയായിട്ടുള്ള ആ വൈഭവം, ആ പവർ, ആ ഗുണം മുഴുവൻ ആ കുലത്തിന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചെറിയൊരു സന്തോഷക്കുറവ് ഈ കാര്യത്തിൽ കുലദേവതയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം നമുക്ക് അനുഗ്രഹത്തിന് കുറവ് വരും. അപ്പോൾ ആ കുലദേവതയ്ക്ക് ചെയ്യുന്നതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് എന്താണ്? നമ്മൾ ആ പൂജയിലാണോ, അതുപോലെ നമ്മൾ കൊടുക്കുന്ന നിവേദ്യത്തിലാണോ, അതോ കത്തിക്കുന്ന വിളക്കിൻ്റെ എണ്ണത്തിലാണോ? ഇതൊക്കെ കുലദേവതയ്ക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെയൊക്കെ മുകളിൽ കുലദേവത ആഗ്രഹിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതാണ് കുലദേവതയുടെ മാത്രം പ്രത്യേകതയാണ്. ആ കുലദേവത ആഗ്രഹിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കുലത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ് ആ കുലദേവത ഏറ്റവും അധികമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. ആ ഒരു വാർഷിക പൂജയിലോ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്ന ഒരു വർഷത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ആ ദേവതയുടെ ഉത്സവത്തിലോ അല്ലെങ്കിൽ ഒരു വാർഷിക പൂജയിലോ ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ദിവസം ആ ദേവതയുടെ മുന്നിൽ ആ കുലത്തിലെ, ആ കുടുംബത്തിലെ, ആ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള നാനാതരത്തിലുള്ള, നാനാ സ്വഭാവക്കാരായിട്ടുള്ള, നാനാ രീതിയിൽ ജീവിക്കുന്ന ആളുകളായിട്ടുള്ള ആ കുലത്തിലെ മുഴുവൻ അംഗങ്ങളും ഒന്നിച്ച് അവിടെ സന്നിഹിതരായി ഒരുമിച്ച് ദേവതയുടെ ആ പ്രാർത്ഥനയിൽ, ആ പൂജയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, ആ ദേവതയുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. അതിൽ കുറവ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദേവതയ്ക്കും സങ്കടം വരും. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ദേവതയ്ക്ക് സങ്കടം വരിക. അല്ലാതെ നമ്മളൊരു നിവേദ്യം കൊടുത്തത് കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയ സാമ്പത്തിൻ്റെ വലിപ്പമോ അതൊന്നുമല്ല. അതൊക്കെ കുലദേവതയ്ക്ക് മനസ്സിലാകും. തൻ്റെ മക്കൾ തനിക്ക് ആ ദേവതയ്ക്ക് ആവുന്നത് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ സന്തോഷം, സംതൃപ്തി അത് കുലദേവതയ്ക്ക് എല്ലാ കാലത്തും ഉണ്ടാവും. അത് നമ്മൾ ഉള്ളത് വെച്ച് കൊടുത്താൽ ആ കുലദേവത അതിൽ സംതൃപ്തി അടയും. പക്ഷേ സംതൃപ്തി അടയാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ കുലദേവതയെ കാണാൻ, ആ കുലദേവതയെ മുമ്പിലൊന്ന് വന്ന് പ്രാർത്ഥിക്കാൻ, ആ കുലദേവതയെ ബഹുമാനിക്കാൻ ഒന്നിച്ച് എല്ലാവരും, ഒരംഗങ്ങൾ പോലും അതിൽ വിട്ടു നിൽക്കാതെ എല്ലാ ഭേദഭാവങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് അന്നേ ദിവസം, ആ ഒരു മുഖ്യ ദിവസം, ആ കുലദേവതയുടെ ആ ഉത്സവത്തിൽ അല്ലെങ്കിൽ ആ പ്രധാന പൂജയിൽ, ആ വിശേഷ ദിവസത്തിൽ എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും എല്ലാവരും ഒന്നിച്ചു വന്ന് ആ പ്രാർത്ഥന നടത്തുകയും ഇതിലും വലിയൊരു സന്തോഷം ഇനി കുലദേവതയ്ക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ പറയുന്നത്. ആരും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളെവിടെ പോയി നോക്കിക്കോളൂ, കുലദേവതയുടെ ശക്തി എന്ന് പറയുന്നത്, കുലദേവയുടെ വൈഭവം എന്ന് പറയുന്നത്, കുലദേവതയുടെ ആ ഗരിമ, കുലദേവതയുടെ ആ മറ്റുള്ള നമ്മുടെ പ്രദേശത്തുള്ള മറ്റുള്ള അതിൽ നിന്നൊക്കെ ആ കുലദേവതയ്ക്ക് സന്തോഷം കിട്ടുന്നത് തൻ്റെ മക്കൾ, തൻ്റെ കുട്ടികൾ, തൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ തങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള ആ ഭാവി തലമുറ, ആ മുഴുവൻ അംഗങ്ങളുടെയും ഐക്യം, ഒന്നിച്ചുള്ള നിൽപ്പ്, ഒന്നിച്ച് നിന്നുകൊണ്ട് ആ ദേവതയെ ആരാധിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ദേവത ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാ കുടുംബാംഗങ്ങളും മനസ്സിലാക്കി എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് സന്തോഷപൂർവ്വം എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ളൊരു വലിയ മനസ്സ് ആ കുടുംബത്തിലുള്ള
ആ കാരണവന്മാർക്കും അതുപോലെ ഭാവി തലമുറയ്ക്കും എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുവരാനുള്ള നല്ലൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുലദേവതയുടെ പവർ, ശക്തി ഏറ്റവും അധികം ഉയർന്നു നിൽക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഐക്യത്തിനും ഈ ഒന്നിച്ചുള്ള എല്ലാവരുടെയും ആ കൂട്ടായ്മയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ പൂജയ്ക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊണ്ടുവന്നു എന്നുള്ളതല്ല, നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്താൽ മതി. അത് നമുക്ക് ആവതുള്ളതുപോലെ ചെയ്താൽ മതി. പക്ഷേ ഒരിക്കലും ആരും വിട്ടു നിൽക്കരുത് എന്നുള്ളതാണ് കുലദേവതയുടെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ശക്തിക്കും ഐക്യത്തിനും അതിൻ്റെ എല്ലാ തരത്തിലുള്ള വികാസനത്തിനും വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് കുലദേവതയ്ക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും വർഷത്തിൽ മാറ്റിവെച്ച് ആ കുലദേവതയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള കർത്തവ്യം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം.